മറുപടി ഉല്ലാസ് ബാബു അതിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് കട്ടായത്. സംസ്ഥാന സർക്കാരിനാണ് പ്രാഥമിക ഉത്തരവാദിത്വം. കാരണം ഓണറേറിയം എന്നുള്ളത് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. അത് മാത്രമല്ല ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് എന്ന് ഒരു വേള മേനി പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ഓണറേറിയത്തിലുള്ള ഉത്തരവ്. പിന്നെ ഇൻസെന്റീവിന്റെ കാര്യമാണ്, അവിടെയാണ് കേന്ദ്ര ഇടപെടലിന്റെ കാര്യം. അതിപ്പോൾ ശ്രീ MK ഹരിദാസ് കൂടി സൂചിപ്പിച്ചതോടെ ഉല്ലാസ് ബാബു അതിനുള്ള മറുപടി. ഞാൻ ആദ്യം മഞ്ജുഷ് പറഞ്ഞ ചോദ്യത്തിനും രണ്ടാമത് ബഹുമാനായിട്ടുള്ള ഹരിദാസ് ജി പറഞ്ഞ ചോദ്യത്തിനും മറുപടി പറയാം. സമയം അനുവദിക്കുമല്ലോ. മഞ്ജുഷ് ചോദിച്ചു, സുരേഷ് ഗോപി വാഗ്ദാനങ്ങൾ മാത്രം കൊടുക്കുന്നു, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, സമരപന്തകൾ സന്ദർശിക്കുന്നു. സുരേഷ് ഗോപി സമരപന്തൽ സന്ദർശിച്ചിട്ടേ ആ അമ്മമാരുടെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റാനായിട്ട് നല്ല പ്രാപ്തിയുള്ള വ്യക്തിയാണ് ആ കേന്ദ്രമന്ത്രി. ഒരു സംശയം വേണ്ട. വീണ ജോർജിന്റെ പോലെ അത്തപ്പ ഇത്തപ്പ എന്ന് പറയുന്ന തട്ടിപ്പും നുണയും മാത്രം നാവിടുത്ത പറയുന്ന ഒരാളല്ല സുരേഷ് ഗോപി. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് വെട്ടുപ്പായിട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണ്. എന്താ അദ്ദേഹം പറഞ്ഞ് ഹരിദാസ് പറഞ്ഞതിലൊരു മറുപടിയിലേക്ക് വരുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ ചോദിച്ചു ഇൻസെന്റീവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനങ്ങൾക്കും കാര്യങ്ങൾ കൃത്യമായി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ കാര്യങ്ങളിൽ കേന്ദ്രം ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, വീഴ്ചയും വരുത്തിയിട്ടില്ല. എന്താണ് മഞ്ജുഷേ ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ? ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? നിയമസഭയിൽ പച്ച നുണയല്ലേ ആ സ്ത്രീ പറഞ്ഞത്? എന്തടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്? കേന്ദ്രം തരാനുണ്ട്. ആ സ്ത്രീ അവരുടെ പാർട്ടി യോഗത്തിൽ മൈക്കിന് മുമ്പിൽ പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ മഞ്ജുഷ്? എന്താണെന്ന് അറിയാമോ? ഇവിടെ ബ്രാൻഡിങ് വേണമെന്ന് പറഞ്ഞു. ആ ബ്രാൻഡിങ് വേണമെന്ന് പറഞ്ഞ സമയത്ത് അത് നടക്കില്ലെന്ന് ഞാൻ അങ്ങ് എഴുതി വിട്ടിട്ടുണ്ട് എന്ന് ഇരിഞ്ഞാലക്കുടയിലെ ഒരു ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ട പേരുമായി ബന്ധപ്പെട്ട് ഇവർ പ്രസംഗിച്ച് വലിയ തగ్గടിച്ച് നടന്നിരുന്നതല്ലേ. അങ്ങനെ ഇവർ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായി ചെയ്യാതെ സ്വാഭാവികമായിട്ടൊരു കേന്ദ്രത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാതെ ഒരു വർഷത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട അമ്മമാർക്ക് അർഹതപ്പെട്ട പൈസ നഷ്ടപ്പെടുത്തിയ കഴിവുകെട്ട ഒരു സ്ത്രീയാണ് ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രി. അവര് നിയമസഭയിൽ പ്രസംഗിക്കാറുണ്ടല്ലോ, സാർ കപ്പിത്താനുണ്ട്. സ്വന്തം മന്ത്രിസഭയുടെ ഒരു പേപ്പർ ബോട്ട് ഓടിക്കാൻ പ്രാപ്തിയില്ലാത്ത സ്ത്രീയാണ് ഈ പറയുന്നത്. കപ്പിത്താനുണ്ട് ക്യാബിനറ്റിന്, അതും കൊണ്ട് നടക്കുകയാണ്. കേരളം എന്ന് പറയപ്പെടുന്ന ഈ സംസ്ഥാനത്തിനകത്ത് നുണകൾ മാത്രം പറഞ്ഞ് കേന്ദ്രത്തിലോട്ട് ഇങ്ങനെ അലക്കി വിടുന്ന ഒരു പ്രവൃത്തിയായിരുന്നു കാലം ഇത്രയും നടന്നിരുന്നത്. ഇന്ന് അത് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുക. എന്താ കാരണം? കേന്ദ്രം കൃത്യമായിട്ട് കണക്ക് കൊടുത്തിരിക്കുന്നു. ₹1 കൊടുക്കാനില്ല മഞ്ജുഷേ. എന്നോട് തർക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കേന്ദ്രം ശരിയാണ്. ഇക്കാര്യത്തിൽ 2023-24 വർഷത്തിലാണ് ഈ പറയുന്ന ഇൻസെന്റീവ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തത്. അതിന് കാരണം എന്ന് പറയുന്നത് താങ്കൾ പറയുന്ന പോലെ ഈ കോ ബ്രാൻഡിംഗ് കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉടക്കിയതാണ്. അത് മാത്രമല്ല ജൂണിൽ 2024 ജൂണിലാണ് സമ്മതിച്ചത്. പക്ഷെ അവിടെ ഒരു കാര്യം ഉല്ലാസ് ബാബു, ആ പണം വേണമെങ്കിൽ റിലീസ് ചെയ്യാവുന്നതാണ് കേന്ദ്രത്തിന്. പക്ഷെ കേരളത്തിൽ നിന്ന് ആ രീതിയിലുള്ള ആവശ്യപ്പെടലുണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്ര ധനമന്ത്രി മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് അതിനുള്ള ഒരു ആവശ്യം അങ്ങോട്ട് ഉണ്ടായില്ലേ എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. അല്ല മഞ്ജുഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 8ാം ക്ലാസ്സിൽ പഠിക്കണം നമ്മള്. 9ാം ക്ലാസ്സിലെ മുഴുകൊല്ല പരീക്ഷയ്ക്ക് 8ാം ക്ലാസ്സിലെ മുഴുകൊല്ല പരീക്ഷ എഴുതിക്കോളാം, എന്നെ ഒന്ന് പാസ്സാക്കി വിടെന്ന് പറഞ്ഞാൽ നടക്കുമോ? കഴിഞ്ഞ വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം അലോക്കേഷൻ നഷ്ടപ്പെട്ട ഫണ്ട് ഈ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? സാധ്യമാവുക? എന്തായിരുന്നു കുഴപ്പം? എന്താ ഇവർക്ക് അത് ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നേ? ഇവരുടെ ധിക്കാരും തെമ്മാടിത്തരം അല്ലായിരുന്നല്ലേ CPM സർക്കാരിന്റെ? എന്നിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങിയതിന്റെ അടിസ്ഥാനം എന്താണ്? പൊതുസമൂഹത്തിന് മുമ്പിൽ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. പൊതുസമൂഹത്തിൽ കോൺഗ്രസ് ഉത്തരവാദിത്തമുണ്ട് മഞ്ജുഷ. ഇതിനകത്ത് പ്രതിപക്ഷ പാർട്ടി ആയിട്ടിരുന്നല്ലേ? കോൺഗ്രസ് ഇന്ന് വരെ ഈ വിഷയം ചോദിച്ചിട്ടുണ്ടോ? മഞ്ജുഷ, നിങ്ങൾ മറക്കരുത്, PM ആവാസ് യോജനയുടെ ഭാഗമായിട്ട് അർബൻ ആവാസ് യോജന ഇവർ ഒപ്പിട്ടിട്ടില്ല മഞ്ജുഷ. 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സാധാരണക്കാരുടെ പദ്ധതി പ്രഖ്യാപിച്ചതിലെ കാലം ഇന്ന് വരെ ഈ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് അക്ഷയ സെന്ററിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ അവർക്ക് അപ്പുറത്തുള്ള ഇൻഷുറൻസ് പദ്ധതി കിട്ടില്ല. ഇങ്ങനെ എത്ര പദ്ധതികൾ നടന്നറിയോ ഇവർ ഒപ്പിടാതിരിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയിൽ നിന്ന് ഈ സംസ്ഥാന സർക്കാർ പിൻവാങ്ങുന്നത്? എന്താണ് ഇവർ അതിന് ഉന്നയിക്കുന്ന വിഷയം? കേന്ദ്ര സർക്കാരിന്റെ ചില കാര്യങ്ങൾ ഇവർ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ബ്രാൻഡിംഗ് സാധിക്കില്ല, കോ ബ്രാൻഡിംഗ് സാധിക്കില്ല എന്നോ? അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാൻ അവകാശമുള്ള എല്ലാ അവകാശങ്ങളെയും ഹനിക്കുന്ന പ്രവൃത്തിയല്ലേ കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത്?
മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച ഏത് വിഷയമാണ് അനുഭാവപൂർവ്വം പരിഗണിക്കാതിരുന്നത്? ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു CNAG റിപ്പോർട്ട് ഉണ്ടല്ലോ ശ്രീ മഞ്ജുഷെ, എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രീം കോടതിയിൽ പോയത്? സുപ്രീം കോടതിയിൽ കടമെടുപ്പ് പരിധി കൂട്ടണം, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തതിനു ശേഷം വീണ്ടും ശമ്പളവും പെൻഷൻ കൊടുക്കാൻ മാത്രമല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ടും ഇവർ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ഞാൻ താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ശ്രീ ഉല്ലാസ് ബാബു. അല്ല, ഈ കോ ബ്രാൻഡിങ്ങിന്റെ കാര്യത്തിൽ ശരിയാണ്, സംസ്ഥാന സർക്കാർ അതിൽ വീഴ്ച വരുത്തുകയുണ്ടായി. ആദ്യം കോ ബ്രാൻഡിംഗ് പറ്റില്ല എന്ന് പറഞ്ഞു, പിന്നീടാണ് അത് പറ്റുമെന്ന് സമ്മതിച്ചത്. പക്ഷെ ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇൻസെന്റീവ് ഇനി കൂട്ടിയാൽ മാത്രമേ ആശാ വർക്കേഴ്സിന് അത് ഉപകാരപ്രദമാവുകയുള്ളൂ. കാരണം ഇപ്പോൾ 3000 രൂപ എന്നുള്ളതാണ് ഫിക്സഡ് ഇൻസെന്റീവ്, അതിൽ 1800 രൂപ കേന്ദ്രത്തിൻ്റെതാണ്. അതിൽ മാറ്റം വരുത്തേണ്ടി വരും. അത് വർഷങ്ങളായിട്ട് അതിൽ മാറ്റം ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു 3000 വേരിയബിൾ ഇൻസെന്റീവ്, അതും 1800 രൂപയാണ് പരമാവധി കേന്ദ്രം നൽകേണ്ടത്. 1200 രൂപ പരമാവധി സംസ്ഥാന സർക്കാർ നൽകുന്നു. അത് വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, ആരോഗ്യമന്ത്രി അവകാശപ്പെടുന്നത് 7000 ഓണറേറിയം പ്ലസ് 1200 ഫിക്സഡ് ഇൻസെന്റീവ് പ്ലസ് 1200 വേരിയബിൾ ഇൻസെന്റീവ്, അങ്ങനെ 9400 രൂപ വരെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അവിടെ കേന്ദ്ര സർക്കാർ നൽകുന്നത് 3600 രൂപ പരമാവധി നൽകുന്നു എന്നാണ്. ഞാൻ പറഞ്ഞത് ആ 3600 എന്നുള്ള ഇൻസെന്റീവ് ഉണ്ടല്ലോ കേന്ദ്രത്തിന്റെ, അതിലൊരു വ്യത്യാസം വരുത്തുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമല്ലോ. കേരളത്തിന് മാത്രമായി പറ്റില്ല, മറ്റു സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഗുണം നൽകേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതാണല്ലോ പാർലമെന്റ് സമിതി കണ്ടെത്തിയിരിക്കുന്നത്. തുച്ഛമായി ഈ പൈസ കൊണ്ട് 2 നേരത്തെ ഭക്ഷണം പോലും ഇവർക്ക് കഴിക്കാൻ പറ്റില്ല എന്ന്. അല്ലല്ലോ, അതെ, അതാണ് മഞ്ജുഷേ. അത് കൃത്യമായിട്ട് കേന്ദ്ര ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ JP നഡ്ഡാജി അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അത് 100% പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. ബഹുമാനായ സുരേഷ് ഗോപി പറഞ്ഞില്ലേ, കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് DBT സിസ്റ്റം, നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ അദ്ദേഹം പറഞ്ഞ കാര്യം. DBT സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം കൂടി ഞാൻ അതാണ് വേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ തർക്കം വരികയില്ല. കേന്ദ്രം നടക്കാൻ പോവുകയാണ്. അത് സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ നല്ല നട്ടലുള്ള കേന്ദ്രമന്ത്രി തന്നെയാണ് സുരേഷ് ഗോപി. അത് നടപ്പിലാക്കുകയും ചെയ്യും. വീണ ജോർജിന്റെ പോലെയുള്ള തട്ടിപ്പും മത്തങ്ങയും ഒരു ബ്ലഡ് കലർന്ന പോലുള്ള ശൈലിയല്ല. ഒരു കാര്യം മഞ്ജുഷയോട് പറഞ്ഞോട്ടെ, ഈ ആശാ അമ്മമാരെ കുറിച്ച് CITU നേതാവ് ഓന്റെ വർത്തമാനം എന്തായിരുന്നു? ഓന്റെ വർത്തമാനം നിങ്ങൾ മഞ്ജുഷ സാധാരണക്കാർ അംഗീകരിക്കോ? ഓന്റെ വീട്ടിലെ സംസ്കാരം ചിലപ്പോൾ അതായിരിക്കാം. സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചപ്പോ എന്താ അത്ര വിഷമം? എന്താ കോൺഗ്രസുകാർക്ക് എത്ര വിഷമം? എന്താ കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്ര കുഴപ്പം? സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് ആശാ അമ്മമാരുടെ സമരം നടക്കുന്ന സ്ഥലത്ത് പോയി ചെല്ലാനും അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഉത്തരവാദിത്വമുണ്ട്. അത് അദ്ദേഹം നടപ്പിലാക്കുന്നു. അതിനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. അത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എന്താ അവകാശം? എന്താ അതിന് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവർക്ക് പറയാനുള്ളത്? അതിനും മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞ് CITU നേതാവ് എന്താ പറഞ്ഞത് ഈ അമ്മമാരെ കുറിച്ച്? അവന്റെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ സംസ്കാരം ഉണ്ടാകാം, പക്ഷേ ഈ പൊതുസമൂഹത്തിലെ അമ്മമാരെ കുറിച്ച് എന്തെല്ലാം മോശത്തരം പറഞ്ഞു. ഇന്ന് ദേശാഭിമാനി എന്തെല്ലാം എഴുതി. അവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരിങ്ങനെ സൈറൻ ഇട്ട് നടക്കണം, ആംബുലൻസിന്റെ സൈറൻ പോലെ. കാരണം അവർ പെട്ടു. അവരെ സംബന്ധിച്ച് പറഞ്ഞ നുണകളൊക്കെ ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. കേന്ദ്ര സർക്കാർ കൊടുത്ത ഓരോ പൈസയും വഴിമാറ്റി ചെലവഴിക്കുന്ന ഒരു വലിയ മന്ത്രിയായിട്ട് കേരളത്തിലെ ധനകാര്യ വകുപ്പും മറ്റു മന്ത്രിമാരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അത് പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാർ, കോൺഗ്രസിന്റെ MP-മാർ. അങ്ങനെ തെറ്റായിരുന്നുവെങ്കിൽ അവകാശം അങ്ങനത്തെ ഇവർക്ക് നോട്ടീസ് കൊടുക്കാമായിരുന്നില്ലേ? ഇവർ കൊടുത്തോ? എന്താ പ്രേമേന്ദ്രൻ ഇവിടെ പ്രസംഗിച്ചത്? അദ്ദേഹം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലേക്ക് ഇടണ്ട, കേന്ദ്രം ചെയ്യാനുള്ള കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഡെവലപ്മെന്റുകൾ ഏതെങ്കിലും ഒന്നിൽ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ടോ? താങ്കളുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു. സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് കാര്യമില്ല. ആശമാരുടെ സമരം